റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി. സ്വാഭാവിക പ്രസവത്തിനിടെ ഡോക്ടർക്ക് ഗുരുതര പിഴവ് പറ്റിയെന്നാണ് ആരോപണം. പ്രസവശേഷം 23-കാരിക്ക് വിസർജനത്തിന് തടസ്സം. അണുബാധയുണ്ടായി 6 മാസമായി വിതുര സ്വദേശി ഹസ്ന ഫാത്തിമ കടുത്ത ദുരിതത്തിൽ. ചികിത്സാ പിഴവ് മറച്ചുവെച്ച് ഡോക്ടർ മുറിവ് തുന്നിക്കെട്ടിയെന്നും ആരോപണമുണ്ട്. നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. പ്രസവത്തിന് മോൻ ഇറങ്ങി വരാൻ വേണ്ടി നമുക്ക് എപ്പിസോട്ടമി എന്ന് പറയുന്ന ഒരു മുറിവിടും. അപ്പോൾ ആ മുറിവിട്ടത് നല്ല ഒരുപാട് താഴ്ചയിലായിരുന്നു. പക്ഷേ ഈ കാര്യം അവർ പറഞ്ഞില്ല. നമ്മുടെ ഈ താഴ്ചയിലായി നമ്മുടെ മറുതോടത്തിൻ്റെ നരമ്പ് കട്ടാവുകയാണ് ചെയ്തത്. പക്ഷേ ഈ കാര്യം ഡോക്ടർ നമ്മുടെ പറഞ്ഞില്ല. അവർ സ്റ്റിച്ചിട്ട് അങ്ങ് വിടുകയാണ് ചെയ്തത്. സ്റ്റിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞാണ് ഡിസ്ചാർജ് ചെയ്തത്. സുഖപ്രസവത്തിന് 10 ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് അവിടെ വെച്ച് തന്നെ എനിക്ക് മലം പോവുകയും ഈ തയ്യലിൽ കൂടെ തന്നെ മലം വരികയും ആ ബുദ്ധിമുട്ടും വേദനയും കാരണം ഡോക്ടറിനടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടറിന് വേറെ കുഴപ്പമൊന്നുമില്ല, ആ സ്റ്റിച്ചെല്ലാം ക്ലീൻ ആണെന്നും പറഞ്ഞ് അവർ വീണ്ടും 10 ദിവസം കഴിഞ്ഞ് അവർ വീട്ടിൽ വിട്ടു. അപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, വലത് സൈഡ് ചരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല, മോന് പാൽ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് പരാതിയെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ അവിടെ ചെന്ന് 7 ദിവസം കിടന്ന് അഡ്മിറ്റായി. 7 ദിവസം അഡ്മിറ്റ് ആയതിനു ശേഷം ഡോക്ടർ പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ഇത് വെജൈനൽ ഫിസ്റ്റുലയാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു രോഗം മുമ്പേ ഇല്ലായിരുന്നു. എനിക്ക് പ്രസവത്തെ തുടർന്നാണ് ഇങ്ങനത്തെ എനിക്ക് സംഭവം ഉണ്ടായത്. പക്ഷേ ഇത് നെടുമങ്ങാടത്തെ ഡോക്ടറാണ് ഞാൻ വണ്ടിയിൽ നിന്ന് യാത്ര ചെയ്തതുകൊണ്ടാണ് നരമ്പ് കട്ടായി പോയത് എന്നാണ് അവർ പറയുന്നത്. അത് നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. 3 ദിവസം കഴിഞ്ഞ് SIT-യിലത്തെ ഡോക്ടറെ കാണാൻ വേണ്ടി വിട്ടു. SIT ചെന്ന് അവിടുത്തെ ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു പ്രസവ സമയത്ത് സ്റ്റിച്ച് ഇടുകയോ അല്ലെങ്കിൽ നേരെ ആ SIT വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ഇത് റെഡിയാക്കി തരാമായിരുന്നു, ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് SIT-കാർ നേരെ മെഡിക്കലിൽ തന്നെ നമ്മൾ തിരിച്ചു വിട്ടു. ഇവിടെ ചെന്ന് 18 ദിവസം കഴിഞ്ഞാണ് എനിക്ക് ആദ്യത്തെ സർജറി ചെയ്യുന്നത്. കുടൽ പുറത്ത് വെച്ച് മലം വേഗി കൂടെ കളക്ട് ചെയ്താൽ മാത്രമേ അവർക്ക് ഇത് താഴത്തെ മുറിവ് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് അവർ ചെയ്തത്. അപ്പോൾ ആദ്യമേ അത് കൊളോസ്റ്റമി ചെയ്തു, പക്ഷേ അത് ശരിയായില്ല. രണ്ടാമത് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അത് ചെയ്തിട്ടും അത് ശരിയായില്ല. താഴത്തെ നരമ്പ് ചതയൊക്കെ വെച്ചാണ് അത് ചെയ്തത്. ചത വെച്ചടച്ചിട്ട് ഈ മലം വന്നപ്പോഴത്തേക്ക് ഈ ചതയെല്ലാം തിരിച്ചു പോയി, വേദനയും ബുദ്ധിമുട്ടുമായി. അങ്ങനെ വീണ്ടും കൊളോസ്റ്റമി കുടൽ ഫുൾ എടുത്ത് വെക്കണമെന്നുണ്ട് അങ്ങനെ ചെയ്തു. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് അതും ശരിയായില്ല. അത് മലം ഉള്ളിൽ പോയി കെട്ടിക്കിടന്ന് ഭയങ്കര നീരും വേദനയൊക്കെയായി. അവർ മെഡിക്കൽ നമ്മൾ രണ്ടാമത് ചെന്നപ്പോൾ അവർ പറഞ്ഞ് അത് വയറ് പിതിക്കും, മലം കളഞ്ഞാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു അവിടെ കിടത്തിയിട്ട് അവർ നേരെ വീട്ടിൽ വിട്ടിട്ടും വേദന കുറയാതെ വന്ന് ആ സൈഡ് കൊണ്ടുവന്ന് എനിക്ക് പഴുത്ത് വയറ് പൊട്ടി പഴുപ്പൊലിക്കാൻ തുടങ്ങി. മെഡിക്കൽ കോളേജിൽ ചെയ്ത സ്ഥലം അവർ ഫുള്ള് അടച്ചുകൊണ്ട് വലത് സൈഡിലോട്ട് ഇപ്പോൾ കൊളോസ്റ്റമി ഒന്നും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും മലം വയറ് വഴിയാണ് പോകുന്നത്. എനിക്ക് മോനെ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. 7 മാസമായി മോന്. അവൻ ഇതുവരെ ഒന്നും എടുക്കാനോ ഒന്നിനും എനിക്ക് പറ്റിയിട്ടില്ല. ഭർത്താവ് ഓട്ടോ ഓടിയാണ് ജീവിക്കുന്നത്. അവർക്ക് വേറെ ഈ ഒരു ഓട്ടോ ഓടി നമുക്കുണ്ടായിരുന്ന ഒരു വണ്ടി വിറ്റാണ് നമ്മൾ മെഡിക്കൽ കോളേജിലെ ചിലവ് കഴിഞ്ഞത്. ഇനിയും 2 സർജറി ബാലൻസ് ഉണ്ട്. ഡോക്ടർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ് കുറച്ചും കൂടെ സാമ്പത്തികമായിട്ടുള്ള ഇതായിട്ട് ചെയ്യാന്നുള്ള രീതിക്ക് നമ്മൾ നിൽക്കുന്നതാണ്. നമുക്കാരും ഇല്ലാത്ത നമ്മൾ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതിനെല്ലാം കാരണം ഡോക്ടറാണ്. മെഡിക്കൽ കോളേജിൽ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഈ MRI സ്കാനിങ് എടുത്തപ്പോഴാണ് അറിയണത് ഈ മലം പോണ നരമ്പ് കട്ടായിട്ടുണ്ട്. അപ്പം ഇത് സ്റ്റോമ ബാഗ് വെച്ചാൽ മാത്രമേ ക്ലിയർ ആവുകയുള്ളൂ എന്ന് പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ കുടൽ അകത്തോട്ടായിപ്പോയി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, താഴോട്ട് പുറത്തിട്ട് എടുത്ത് തിരിച്ചു വയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് മൊത്തം മലം മൊത്തം അകത്തോട്ട് പോയിട്ട് വയറിങ്ങനെ പിതിക്കുകയാണ് തിരിച്ച് നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇരിക്കുന്നത്. മെഡിക്കൽ കോളേജ് അങ്ങനെ ഇരുന്നു 18 ദിവസം. ഈ സൈഡ് ഇടേ സൈഡ് കീറി പഴുപ്പെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് അത് തയ്യലിട്ട് പഴുപ്പ് ട്യൂബ് ഇട്ടിട്ട് വലേ സൈഡ് സ്റ്റോമ വേഗം എന്നാലേ ശരിയാവുകയുള്ളൂ. കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ പഴുപ്പ് മണ്ടേ കയറി ആൾ മരണപ്പെട്ടു പോയതിന് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതിൻ്റെ റിപ്പോർട്ടും കാര്യമെല്ലാം എൻ്റെ കൈ ഇരിപ്പുണ്ട്. ഇനിയിപ്പം ഇത്രയും ഓപ്പറേഷൻ കാര്യമായി, സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. മനീഷ് മഹിപാൽ നമുക്കൊപ്പമുണ്ട്. ഗുഡ് മോർണിംഗ് മനീഷ് മഹിപാൽ. അത്ര സുഖകരമല്ലാത്തൊരു വാർത്തയാണ്. പ്രത്യേകിച്ച് ആ യുവതി അനുഭവിച്ച ബുദ്ധിമുട്ട് ചെറുതല്ല. ആ കുടുംബവും ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. കുറച്ച് നാളായിട്ട് ആ കുഞ്ഞിനെ പോലും എടുക്കാൻ കഴിയുന്നില്ല എന്നാണ് യുവതി പറയുന്നത്. പ്രസവത്തെ തുടർന്നാണ് ഈ ബുദ്ധിമുട്ടുണ്ടായതെന്ന് പറയുന്നു. ചികിത്സാപ്പിഴവുണ്ടെന്നാണോ ഈ യുവതി ആരോപിക്കുന്നത്? നമ്മൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ എന്താണ് അവർ നൽകുന്ന വിശദീകരണം മനീഷ്? ഡോക്ടർ അരുണിത്താണെങ്കിലും ഈ യുവതി പറയുന്നത് നമ്മൾ കേട്ടു. ആശുപത്രി അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഈ പെൺകുട്ടിയുടെ പ്രസവം നടത്തിയ ഗൈനക്കോളജിസ്റ്റ് ബിന്ദുവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു, അവരോട് ചോദിച്ചിരുന്നു. പക്ഷെ അവർ പറയുന്നത് ഇതിനുശേഷം ഇവർ ചില യാത്രകൾ നടത്തിയതാണ് ഈ രീതിയിൽ
ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്നവർ പറയുന്നു. ഒപ്പം തന്നെ പക്ഷേ ആശുപത്രി സൂപ്രണ്ടിനോട് സംസാരിച്ചു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയാണ്. അവിടെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണത്തിന് നിലവിൽ ഈ സംഭവത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി പ്രാഥമിക അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭ്യമാകും. ഇപ്പോൾ മാധ്യമങ്ങളോട് എന്താണ് സംഭവിച്ചതെന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കാൻ കഴിയില്ല. അത് പോലീസിനോട് ഈ വിഷയത്തെ സംബന്ധിച്ച് പോലീസും ആരാഞ്ഞിട്ടുണ്ട്. പോലീസിനോട് 2 ദിവസത്തിനകം ഒരു റിപ്പോർട്ട് നൽകുമെന്നാണ് ഈ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത്. ഇനി യുവതിയുടെ ആരോപണം, യുവതി കഴിഞ്ഞ ജൂൺ മാസം 19-ാം തീയതിയാണ് നെടുമങ്ങാട് ആശുപത്രിയിൽ വെച്ച് പ്രസവിക്കുന്നത്. ആ സമയത്ത് സുഖപ്രസവമായിരുന്നു. പക്ഷേ ഈ സുഖപ്രസവത്തിൽ കുഞ്ഞിനെ പുറത്തേക്ക് വരാൻ വേണ്ടി നടത്തിയ കൂടുതൽ ആഴത്തിലേക്ക് മുറിവ്, യോനിക്കും മലദ്വാരത്തിനും ഇടയിലിടുന്ന മുറിവ്, ആ മുറിവിൻ്റെ ആഴം കൂടിയതാണ് ഈ രീതിയിൽ മലദ്വാരത്തിലെ ഞരമ്പ് മുറിഞ്ഞു പോകാനും അത് ഈ രീതിയിലേക്ക് മലം പോകാത്ത അവസ്ഥയിലേക്ക് എത്തിയതെന്നാണ് യുവതി ആരോപിക്കുന്നത്. പക്ഷേ ഇവിടെ 10 ദിവസങ്ങൾക്ക് ശേഷവും ഇതേ അവസ്ഥ തന്നെ തുടർന്നു. മെഡിക്കൽ കോളേജിലെത്തി അവിടെ 2 ശസ്ത്രക്രിയ നടത്തി, പ്ലാസ്റ്റിക് സർജറി അടക്കം നടത്തിയിട്ടും യുവതിക്ക് യാതൊരുവിധ രീതിയിലും അത് പഴയ രീതിയിലേക്ക് എത്തുന്നില്ല. അങ്ങനെ പിന്നീട് 2 സ്വകാര്യ ആശുപത്രികളെ സമീപിച്ചു. അപ്പോഴാണ് വയറ് വീർത്ത് വരുന്നു, അങ്ങനെ വയറ് പൊട്ടി പഴുപ്പ് വരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നു. അങ്ങനെ യുവതി അനുഭവിച്ചത് അനിതര സാധാരണമായ ഒരു അവസ്ഥയാണ്. വളരെ വലിയ ദുരിതമാണ്. ആ കുഞ്ഞിനെ, അതായത് സ്വന്തം കുഞ്ഞിനെ ജനിച്ചിട്ട് 6 മാസമായ കുഞ്ഞിനെ എടുക്കാനോ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാനോ ഇപ്പോൾ യുവതിക്ക് നേരെ ചൊവ്വേ നടക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയാണ്. സാമ്പത്തികമായി 6 ലക്ഷത്തോളം രൂപ ഇവർക്ക് ചിലവായി. ഒപ്പം തന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു വരുമാനം മാർഗം ഒരു ഓട്ടോറിക്ഷയായിരുന്നു. ആ ഓട്ടോറിക്ഷ വിൽക്കേണ്ടി വന്നു. അങ്ങനെ എന്താണ് സംഭവിച്ചതടക്കമുള്ള കാര്യത്തിൽ നെടുമങ്ങാട് ആശുപത്രി അധികൃതർ വ്യക്തമായൊരു മറുപടി നൽകുന്നില്ല. യുവതിയുടെ ആരോപണം ഈ രീതിയിൽ ആശുപത്രിയിൽ നിന്നുണ്ടായ പിഴവാണ്. അതായത് ഈ മുറിവ് ഉണ്ടാക്കിയ സമയത്ത് കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ മുറിവിൽ വലിയ പിഴവുണ്ടായി. ഈ പിഴവിനെ സംബന്ധിച്ച് ഡോക്ടർ പറഞ്ഞില്ല. ഇത് ആ സമയത്ത് പ്രസവത്തിന് ശേഷം സ്റ്റിച്ചിട്ട് വിട്ടു. അങ്ങനെ യുവതിയോടോ ബന്ധുക്കളോടോ ഇങ്ങനെ മുറിവിൻ്റെ ആഴം കൂടിയത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയില്ല. യുവതിക്ക് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഫിസ്റ്റുല ഉണ്ടെന്ന് കൂടി പറഞ്ഞു. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇത് ആദ്യത്തെ ഡോക്ടർ ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചിരുന്നില്ല. ഒപ്പം തന്നെ ഈ പ്രസവത്തിന് ശേഷം യാത്ര ചെയ്തത് പ്രശ്നമാണെന്ന് ഉള്ള കാര്യം വിശദീകരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഡോക്ടർ ആദ്യഘട്ടത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന വിവരങ്ങൾ പറയാതിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സംശയമുണ്ട്. സാധാരണക്കാരാണ്. നമുക്കറിയാം അരുൺകുമാർ, നമ്മുടെ പ്രാഥമിക ആശുപത്രികൾ മുതൽ താലൂക്ക് ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളെ ആശ്രയിക്കുന്നത് സാധാരണക്കാരാണ്. സാധാരണക്കാർക്ക് ഏറ്റവും വലിയ അഭയകേന്ദ്രം തന്നെയാണ് ഇത്തരം മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ ആശുപത്രി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്ന യുവതിയുടെ പ്രതികരണം നമ്മൾ കൊടുത്തു, അത് അധികാരികളുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുന്നു. എന്തായാലും ആ കുടുംബത്തിന് അങ്ങനെ ഒരു ആരോപണമുണ്ട്. ആശുപത്രി അധികൃതർ ഇത് പരിശോധിക്കുക. ഗൈനക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ നടത്തിയ യാത്രകൾ ഒരുപക്ഷേ സ്ഥിതി കുറച്ച് മോശമാക്കിയിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്. സൂപ്രണ്ട് പറഞ്ഞൊരു അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം നടക്കട്ടെ. പക്ഷേ യുവതിക്കുണ്ടായ ബുദ്ധിമുട്ട് ചെറുതല്ല എന്നുള്ളതാണ്. ചിലയിടങ്ങളിലെങ്കിലും ഇത്തരം പ്രസവ സമയത്തൊക്കെ വളരെ കുറഞ്ഞ തോതിലെങ്കിലും 1% ഇത്തരം കേസുകൾ വരാറുണ്ട് എന്നുള്ളതാണ് ചില ഗൈനക്കോളജിസ്റ്റുകൾ പറയുന്നത്. പക്ഷേ അതിന് വേണ്ടത്ര മെഡിക്കൽ കെയർ നമ്മൾ കൊടുക്കണം. ആ ബുദ്ധിമുട്ട് ആ അമ്മയ്ക്കല്ലേ അറിയുന്നു.